നിങ്ങൾക്ക് ചിക്കൻ ബിരിയാണിയാണോ ചിക്കൻ മന്തിയാണോ കൂടുതൽ ഇഷ്ടമെന്ന് ചോദിച്ചാൽ ചിലർ പറയും ചിക്കൻ ബിരിയാണിയാണ് ഇഷ്ടമെന്ന്. മന്തി അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല, ഒരു ഉപ്പും പുളിയൊന്നും ഇല്ലാത്തൊരു ചോറാണ് മന്തി എന്നൊക്കെ ചിലർ പറയണത് കേൾക്കാം. അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾ ചിക്കൻ മന്തി ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നല്ല മസാലയോട് കൂടിയിട്ടുള്ളൊരു ചിക്കൻ മന്തിയാണ്. ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളിതിൻ്റെ ഫാനാവും. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയുള്ള ഒരു വെറൈറ്റി ടേസ്റ്റുള്ള ചിക്കൻ മന്തി എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ചിക്കൻ മന്തി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് ഇനിയൊരു മസാല റെഡിയാക്കിയിട്ട് എടുക്കാം. 2 വലിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്, അത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു ജാറിലേക്ക്. പിന്നെ വേണ്ടത് വലിയൊരു കുടം വെളുത്തുള്ളിയാണ്. ഇതുകൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഒരു പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കുക. ഇത് അത്യാവശ്യം നല്ല എരിവുള്ള മുളകാണ്. ഈ 2-3 കഷ്ണം പട്ട കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ നല്ല ജീരകം ഉണ്ടല്ലോ, അതാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറിയ ജീരകമാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേ അളവിൽ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലി കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് നിർബന്ധമായിട്ടും ചേർക്കണം കേട്ടോ. മല്ലി ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1.5 ക്യൂബ് ചിക്കൻ്റെ മാഗി ക്യൂബ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഇതേ നമ്മുടെ ഈ ഒരു മസാല ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചിക്കൻ എടുക്കാം. ചിക്കനിലേക്ക് വലിയൊരു സവാള ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ക്യാപ്സിക്കം ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് കൂടെ ചേർക്കുന്നുണ്ട്. ഇത് രണ്ടും ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു മസാല ഉണ്ടല്ലോ അതുകൂടെ ഒഴിക്കാം കേട്ടോ. മസാല ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഒരു പകുതി ചെറുനാരങ്ങ നീര് കൂടെ ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാനൊരല്പം ഫുഡ് കളർ കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഫുഡ് കളർ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താലും മതിയിട്ട്, നിർബന്ധമല്ല, ഒഴിവാക്കാം കേട്ടോ വേണ്ടെങ്കിൽ. ഈ ഒരു ചിക്കനിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചിക്കൻ ക്യൂബൊക്കെ ചേർത്തിട്ടുള്ളതല്ല, അപ്പോൾ അതിൽ അത്യാവശ്യം നല്ല ഉപ്പൊക്കെ ഉള്ളതാണ്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കണ ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് അരി കൂടെ വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് കുതിർത്തെടുക്കാം. അരിയും ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് വെക്കണം കേട്ടോ, വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ ഇത് കഴുകി എടുത്തിട്ടുണ്ട്. 1/2 കിലോ അരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 1 കിലോ ചിക്കനും 1/2 കിലോ ബസ്മതി റൈസും വെച്ചിട്ടാണ് ഒരു മന്തി ഉണ്ടാക്കിയെടുക്കുന്നത്. 1 മിനിറ്റോളം വെച്ചതിന് ശേഷം ഞാനിവിടെ ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാനായിട്ട് പോവാണ് കേട്ടോ. അതൊരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രത്തിലേക്ക് ആ ഒരു മസാലയോട് കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ്റെ പീസുകൾ ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വരാത്ത വിധത്തിൽ ഇതുപോലെ ഒന്ന് പരത്തിട്ട് കൊടുത്തതിന് ശേഷം വേണം കേട്ടോ ചിക്കൻ കുക്ക് ചെയ്തിട്ട് എടുക്കാനായിട്ട്. ചിക്കൻ നല്ലോണം ഒന്ന് കുക്കായിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ ഞാനിത് വേറൊരു അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു മന്തിക്കുള്ള റൈസ് റെഡിയാക്കിയിട്ട് എടുക്കുക കേട്ടോ ചെയ്യണത്. കുറച്ചധികം വെള്ളം ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളകാണ് ചേർക്കുന്നത്. പിന്നെ ഒരു 3 കഷ്ണം പട്ട കൂടെ ചേർക്കുന്നുണ്ട്. ഇത് രണ്ടും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് 3 ഏലക്ക കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഗ്രാമ്പു വേണമെങ്കിൽ ഗ്രാമ്പു ചേർക്കാം. ഞാനിപ്പോൾ ഗ്രാമ്പു ചേർക്കണില്ല. പിന്നെ വേണ്ടതൊരു ഡ്രൈ ലെമൺ ആണ് കേട്ടോ. അപ്പോൾ ഇത് 3ഉം ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ഉപ്പാണ്. അപ്പോൾ ഞാനിവിടെ പാകത്തിനുള്ള കല്ലുപ്പ് ചേർക്കുന്നുണ്ട്. ഈ ഒരു വെള്ളത്തിൽ ഉപ്പ് ഇങ്ങനെ കുറച്ചിങ്ങനെ മുന്നിട്ട് നിൽക്കണം കേട്ടോ, എന്നാലാണ് റൈസിൽ പാകത്തിന് ഉപ്പ് ഉണ്ടാവുക. വെള്ളം നല്ലോണം തിളച്ച് വന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമ്മൾ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന റൈസ് ഉണ്ടല്ലോ അത് മുഴുവനായിട്ടും ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് റൈസ് ഒരു 1/4 ഭാഗത്തോളം ഒന്ന് വേവിച്ചെടുക്കാം. അരി ഒരു 1/4 ഭാഗത്തോളം വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് വെന്ത് വന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് അരി കോരി മാറ്റാം കേട്ടോ. അതുപോലെ ഒന്ന് കോരി എടുത്തതിന് ശേഷം നമ്മൾ ചിക്കൻ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ 1/4 ഭാഗത്തോളം മാത്രം വേവിച്ചെടുത്താലും മതി, കാരണം നമ്മളിത് ദം ചെയ്തിട്ട് എടുക്കേണ്ടതാണ്. അപ്പം മുഴുവനായിട്ട് നമ്മൾ റൈസ് വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ദം ചെയ്ത് കഴിയുമ്പോഴേക്കും അരി നന്നായിട്ട് വെന്ത് കുഴഞ്ഞ പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ 1/4 ഭാഗത്തോളം വേവിച്ചെടുത്തതിന് ശേഷം ഇത് ചിക്കൻ്റെ മുകളിലേക്ക് കോരിയിട്ട് കൊടുക്കാം. ഒരു പകുതിയോളം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പരത്തിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ക്യാപ്സിക്കം ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളതും പിന്നെ കുറച്ച് പച്ചമുളകും കൂടെ ഇട്ടിട്ട് ബാക്കിയുള്ള റൈസും ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം കേട്ടോ, നല്ലൊരു ഫ്ലേവർ കൊടുക്കും ഈ ഒരു റൈസിന്. ഇനി ഇതിലേക്ക് കുറച്ച് ഫുഡ് കളർ കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കലക്കിയത് കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഫുഡ് കളർ ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ ചേർക്കണ്ട കേട്ടോ. പിന്നെ ചാർക്കോലിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ചൂടാക്കി എടുത്തതിന് ശേഷം വെളിച്ചെണ്ണ അതല്ലെങ്കിൽ ഓയിൽ ഒഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് പുക വരും. ഇനി ഇത് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇത് ദം ചെയ്തിട്ടെടുക്കാം. 10 മിനിറ്റോളം ഒന്ന് ദം ചെയ്തതിന് ശേഷം വീണ്ടും ഒരു 10 മിനിറ്റ് വെക്കട്ടെ. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വേണം കേട്ടോ മൂടി തുറക്കാനായിട്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. മുകളിലത്തെ ആ ഒരു ചോറൊക്കെ ഒന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം അടിയിലുള്ള ആ ഒരു മസാല ഒക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം.
അപ്പോൾ ഇതുപോലെ നിങ്ങൾ മന്തി തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരു പ്രാവശ്യം നിങ്ങൾ ഇതുപോലെ മന്തി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം മന്തി ഇതേപോലെ തന്നെ ആയിട്ട് ഉണ്ടാക്കിയെടുക്കുക. നല്ല രുചിയും മണമൊക്കെ ഉള്ള നല്ലൊരു മന്തിയാണ്. ഞാൻ വെറുതെ പറയണതല്ല. മസാല ഒക്കെ കൂടുതലുള്ളത് കൊണ്ട് ഈ ഒരു റൈസ് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. അപ്പോൾ ഇന്നത്തെ ഒരു മന്തിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കൂടെ തന്നെ ബെൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.